എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അംബാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്നലെ ഏകദേശം ഒരു രാത്രിയൊക്കെ ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പ് കിട്ടി. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. പിന്നെ അതിന് മുമ്പായിട്ടൊരു ഗുരുദ്വാര ഉണ്ട്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ വന്നത് ഈ ഒരു പെട്രോൾ പമ്പിലാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചത് ഈ പെട്രോൾ പമ്പിൻ്റെ അകത്ത് തന്നെ. ഇതാണ്ട പെട്രോൾ പമ്പ്. ഇതിൻ്റെ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, കുറച്ച് പുൽമേടുകൾ പോലത്തെ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ടെൻ്റ് അടിച്ചത്. അപ്പോൾ സൈക്കിൾ വെച്ചേക്കണം അവിടെയാണ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. നമുക്ക് ടെൻ്റൊക്കെ അടിച്ച് ഈ ഒരു ഇത് ഇട്ടേക്കണോണ്ട് കുഴപ്പമില്ല, കാരണം ഇതൊരു വാട്ടർ പ്രൂഫ് ആണ്. പക്ഷേ ഇന്നലെ ഭയങ്കര മഴയും കാറ്റൊക്കെ ആവും. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഭയങ്കര കിടന്ന് ആടുന്ന ടെൻറ്റ് കുറച്ച് നേരം ഉറങ്ങി. അപ്പോൾ പിന്നെ നല്ല മഴയും കാറ്റും വന്ന് അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ടെൻറ്റ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിർത്തിയേക്കാനായിരുന്നു. രാത്രി ഉറക്കം കണക്കായിരുന്നു, കാരണം ഉറക്കം കുറേയൊക്കെ പോയി ഇങ്ങനെ ഒരു ഇത് വന്നുകൊണ്ടേ. അപ്പോൾ ഇനി മുഖത്ത് ഭയങ്കര ആ ഒരു ഇതുണ്ട്. അപ്പോൾ ഇതൊന്ന് അയക്കണം, എന്നിട്ട് സൈക്കിളിൽ സെറ്റ് ചെയ്യണം, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞാൻ സൈക്കിളിൽ സെറ്റ് ചെയ്തിട്ട് കാണാം. ഒരു പമ്പിലാണ് നമ്മൾ സൈക്കിൾ വെച്ചേക്കണം. അപ്പോൾ ആ പമ്പിൻ്റെ ആ ഒരു സ്പേസിലാണ് നമ്മൾ ടെൻ്റ് അടിച്ചേക്കണം. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഏകദേശം ടൈം ഒരു 7 മണി ആറായി. നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ലോക്ക് ചെയ്താൽ വെച്ചേക്കണം. ലോക്ക് അയച്ചിട്ട് വേണം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. ആ സൈക്കിളിൽ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ നമ്മുടെ ഇവിടെ പമ്പിൽ വർക്ക് ചെയ്യണ ഒരു ബയ്യ നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചതാണ്. അപ്പോൾ ആളവിടെ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ പുള്ളിനോട് യാത്രയൊക്കെ പറയണം, ചായ കുടിച്ചിട്ട് ഇറങ്ങാൻ പോയി. भैया हाय बोलो, आपका नाम? विकास. इधर वर्क किया था? विक्की. विकास विक्की എന്നാണ് പേര്. ये यूट्यूब पे आएगा. ചായ പറഞ്ഞു കേട്ടോ, ചായ കുടിച്ചിട്ടാണ് ഇറങ്ങാൻ. इधर सामने गुरुद्वारा है ना? नीचे से जाओगे आप, गुरुद्वारा है. गुरुद्वारे से लेफ्ट हो जाना. लेफ्ट है. गुरुद्वारा में कितना दूर है इधर से? ये 400 मीटर. 400 मीटर है. ओ खाना मिलेगा उधर? खाना आगे. अच्छा. അപ്പോൾ ഇവിടെ അടുത്തൊരു ഗുരുദ്വാര ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോണ വഴിക്ക് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാം. അപ്പോൾ ഇനി പോണ വഴി എങ്ങനെയെന്ന് അറിയില്ല. ചില സ്ഥലത്ത് എന്തോ ബ്ലോക്കാണെന്ന് പറയുന്നുണ്ട്. അതായത് കർഷകൻ്റെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഒരു നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം അവിടെ ഹൈവേ എന്തോ ബ്ലോക്ക് ചെയ്തിട്ടേക്കണേണ്. അപ്പോൾ എന്തായാലും പോയി നോക്കാം നമുക്ക്. നമ്മുടെ ചായ വന്നിട്ടാ. അപ്പോൾ പുള്ളി അവിടെ ഒരു വണ്ടി വന്നുകൊണ്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആൾ വരുമ്പോൾ പുള്ളി അങ്ങാടി പോവും. അപ്പോൾ അത് കാരണം ഇവിടെ ചായ വന്നിട്ട് കുറച്ച് നേരം പോയി. അപ്പോൾ പുള്ളി ഇപ്പം തന്നെ ഒരു വണ്ടി വന്നുള്ളൂ. പുള്ളിക്ക് ആകെ ഒരാളുള്ളൂ എന്ന് പറഞ്ഞു രാവിലെ. കാരണം വേറെ 2 പേര് ഇന്നലെ ഉണ്ടായിരുന്നു. അവരെനിക്ക് തോന്നുന്നു ഷിഫ്റ്റ് കഴിഞ്ഞ് പോയെന്ന് തോന്നുന്നു. പുള്ളിക്ക് പണിയാണ്. പുള്ളി ചായ കുടിക്കാൻ വരുമ്പോൾ അപ്പം വണ്ടി വരും, പുള്ളി അങ്ങാ പോവും, വണ്ടി വരും അപ്പം അങ്ങാ പോവും, അങ്ങനെ. ഇപ്പോൾ ഒരു വണ്ടി പോകണുണ്ട് കേട്ടോ. പുള്ളി ഇപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. വന്ന് आप अकेला इधर? दो है. ओ एक अंदर सो रहे हो. अच्छा. लो चाय लो. നമ്മളങ്ങനെ ഈ ഒരു ഗുരുദ്വാറിലാണ് കേട്ടോ വന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല. പിന്നെ വീഡിയോ എടുത്തിന് വല്ല പ്രശ്നം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാനാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാ, ചപ്പാത്തിയും പിന്നെ ഒരു പരിപ്പ് കറിയൊക്കെ ഇരുന്നിട്ടാ. അപ്പോൾ ചായയും കുടിച്ച് ഇവിടുന്ന് ഇറങ്ങാൻ. അപ്പോൾ നമ്മൾ സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ജമ്മുവിലേക്ക് പോണ റൂട്ട് അമൃത്സർ ജമ്മു ഈ ഒരു ഹൈവേ ഉണ്ടോ, മറ്റേ ഞാൻ പറഞ്ഞില്ലേ കർഷകരുടെ ഇതിൽ കാരണം പ്രശ്നങ്ങൾ കാരണം എന്തോ സമരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ പോലീസ് ഫുള്ള് അടച്ചിട്ടേക്കണേ. അപ്പോൾ വണ്ടിയൊന്നും വിടണില്ല. അങ്ങാടും പോയേക്കാൻ അവിടെയും ബ്ലോക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പോലീസിൻ്റെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇവിടുന്ന് ഒരു ഗുരുദ്വാര ഉണ്ട്, ആ ഗുരുദ്വാറിൻ്റെ നമ്മൾ ഫുഡ് കഴിച്ച ഗുരുദ്വാര ഉണ്ട്, അതിൻ്റെ അവിടെ നിന്ന് ഒരു സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അപ്പോൾ ഇങ്ങനെ കറങ്ങി എന്തോ പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ആ വഴി പോയി നോക്കാം. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ട്. പോകേണ്ട കാര്യമുണ്ടെന്നല്ല, പോകണം നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇതിലെ ഫ്ലാഗും പിന്നെ അതുപോലെ തന്നെ ഈ പുറകിലെ ഫ്ലാഗ് ഒടിഞ്ഞു പോയിട്ട്. അപ്പോൾ പറഞ്ഞാൽ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വഴിയാണെന്നറിയില്ല ഗുരുദ്വാറിലേക്ക് ജമ്മുവിലേക്ക് പോണ വഴിയെന്ന് അറിയില്ല. ഒന്ന് ചോദിച്ചു നോക്കാം. ബുള്ളറ്റുകാരൻ വന്നുണ്ട്, ചോദിച്ചു നോക്കാം. പുള്ളിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ആ ഗുരുദ്വാര ഉണ്ട് അവിടെ, അതിൻ്റെ അവിടെ നിന്ന് ഒരു റൈറ്റ് എടുത്ത് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ റൂട്ട് പോയി നോക്കാം. ഗുരുദ്വാര ഇതാണ്ട, ഈ ഒരു ഗുരുദ്വാര എന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഈ ഒരു വഴിയാണെന്ന് പറഞ്ഞാൽ കണ്ടില്ല, ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ലുധിയാന, രാജ്പുര
ഈ വഴിയാണ് പോകേണ്ടത്. അപ്പം മറ്റേ വഴി ബ്ലോക്ക് ആയതുകൊണ്ടേ ഈ വഴിയാണ് ഇപ്പോൾ എല്ലാ വലിയ വണ്ടികളും പോണത്. കാറെല്ലാം പോണത് ഈ ഒരു വഴിയാണ്. ബൈക്ക് പോലും വിടാനുള്ള ആ വഴിയേ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വഴി പോവാം. ഈ ഒരു വഴിയാണ് കേട്ടോ നമ്മൾ ജലന്ധർ ലുധിയാനയിലേക്ക് പോണ റൂട്ട് എന്ന് പറഞ്ഞാൽ. മറ്റേ റൂട്ട് അടച്ചിട്ടേക്കണേണ്. അപ്പോൾ ഈ മാപ്പിൽ ഇത് കാണിക്കല്ല, കണ്ടില്ലേ? ഈ ഒരു ഇതാണ് ഒരു തുരങ്കം വഴി നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ വന്ന വഴിക്ക് വെള്ളം പൊങ്ങി കിടക്കുന്നുണ്ട് നമ്മുടെ ആ തുരങ്കത്തിൻ്റെ ഉള്ളിൽ. എൻ്റെ സൈക്കിള് പകുതി വെള്ളത്തിലായിരുന്നു, കാലൊക്കെ നനഞ്ഞാ. ഞാൻ വേണ്ടി പെട്ടുപോയെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു കണക്കിന് അവിടെ ചവിട്ടി കയറ്റിയാമ്മ. നമുക്ക് മാപ്പിൽ കാണിക്കല്ല. ഞാൻ നോക്കിയിട്ട് മാപ്പിൽ ഈ ജലന്ധർ ലുധിയാനയിലേക്കുള്ള വഴി കാണിക്കണല്ലോ കേട്ടോ. നമ്മളിപ്പോൾ ഇത് ഹൈവേയിലാണ് എത്തിയേക്കണം. അപ്പോൾ നമുക്ക് ഈ വഴി പോയിട്ട് ഇങ്ങനെ യൂട്ടേൺ എടുത്തിട്ട് വേണം ഇങ്ങനെ കറങ്ങി അവിടുന്ന് ആ ഒരു ഇത് വേണ്ട, അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോകാൻ. അങ്ങനെയാണ് വഴി കാണിക്കണത് മാപ്പിൽ. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. ഇതിപ്പോൾ കാണിക്കണം നേരെ ഡൽഹിയിലേക്കുള്ള റൂട്ടാണ് കാണിക്കണം. അപ്പോൾ നമ്മൾ അവിടുന്ന് കറങ്ങിയാട്ടോ വന്നാൽ. അപ്പോൾ എന്തായാലും നേരെ പോയി നോക്കാം. വന്നിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചോദിച്ച് കൺഫേം ചെയ്തിട്ട് നമുക്ക് പോകട്ടോ. ഇപ്പോൾ കാണിക്കണ ഈ റൂട്ടാണ് കേട്ടോ. അപ്പോൾ ആൾക്കാരോട് പറഞ്ഞപ്പോൾ ഈ റൂട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ റൂട്ടും ഇവർ ബ്ലോക്ക് ആക്കിയേക്കണേന്ന് പറഞ്ഞാൽ. ഇത് അമൃത്സറിലേക്ക് പോണ റൂട്ടാണ്. എനിക്ക് തോന്നുന്നത് നമുക്ക് മര്യാദക്ക് ചണ്ഡീഗഡ് വഴി പോയാൽ മതിയായിരുന്നു തോന്നുന്നു. കാരണം ആ റൂട്ട് പിന്നെയും കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. അപ്പോൾ വന്ന വഴിക്ക് 2-3 പേരോട് ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞാൽ ചണ്ഡീഗഡ് വഴി പോകണ്ട, അവിടെ പണിയാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. പക്ഷെ ഇപ്പോൾ ഇടങ്ങേറായെന്ന് തോന്നുന്നത്, അറിയില്ല. അപ്പോൾ ഇവിടെ നല്ലൊരു കാഴ്ചയുണ്ട് കാണുമ്പോൾ. നല്ല ഫുള്ള് നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാ. പക്ഷേ ഈ റൂട്ടൊന്ന് പോയി നോക്കാം. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. അല്ലെങ്കിൽ നടപടി ആവില്ല. കുറേ വണ്ടിയൊക്കെ തിരിച്ചിങ്ങാട് വന്നെ കാണുന്നുണ്ട്. അങ്ങാടേക്ക് വണ്ടി പോല് കുറവാണ്. എന്തായാലും ചോദിച്ചു നോക്കാം ആരോടെങ്കിലും. ഒരു ചെറിയൊരു ഗ്രാമം ഉണ്ടാ. ഈ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോണത്. ഈ റൂട്ട് കുഴപ്പമില്ലെന്നാണ് അവിടെ ഒരു പോലീസുകാരൻ നമ്മളോട് പറഞ്ഞത് കേട്ടോ. ഒരു സ്കൂളാണ് കേട്ടോ, ഒരു പ്രൈമറി സ്കൂളാണ് ഇത്. ഈ ഒരു റൂട്ടാണ് നമുക്ക് കാണിക്കണം നേരെ. ഇങ്ങോട്ട് പോകാമെന്നാണ് മാപ്പ് കാണിക്കണം. പക്ഷെ അങ്ങാടേക്ക് റൂട്ടില്ല എന്നാണ് ഒരു പുള്ളി പറഞ്ഞത്, ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്. ഈ റൂട്ട് തന്നെ നമ്മൾ സൈക്കിളിൽ പോകണം. ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാ. സൈക്കിളിൽ ഇനി പോകാമെന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ. അപ്പുറത്തൊരു പുള്ളിയുണ്ട്, പുള്ളി മറ്റേ ഹെർക്കുലീസിനാണ് വന്നത്. അപ്പോൾ അത് പിന്നെയും കുഴപ്പമില്ലെന്ന്. ഈ സൈക്കിളിൽ എന്താണെന്ന് അറിയില്ല, നമുക്കൊന്ന് തള്ളി അങ്ങ് കൊണ്ടുപോയി നോക്കണം. എന്തായാലും അങ്ങോട്ട് പോവാം. കാരണം ഇവിടെ നിന്ന് പോയിട്ട് കുറച്ച് അങ്ങാടേ ഉള്ളൂ എന്നാണ് കാണിച്ചേക്കണം. ഇവർ ഈ ബ്ലോക്ക് ചെയ്തിട്ടേക്കൊണ്ട് നമുക്ക് അങ്ങാടി ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, അതാണ് പ്രശ്നം. പിന്നെ വന്ന വഴിക്ക് ആർമി വണ്ടിയൊക്കെ കടത്തി വിടുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ആർമി വണ്ടികളൊക്കെ ഇഷ്ടംമാതിരി പോകണ്ടായിരുന്നു. പിന്നെന്താണ്, നമുക്ക് എന്തായാലും നോക്കാം ഒന്ന് ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാനേ. ഇപ്പോൾ വണ്ടി ഇഷ്ടംമാതിരി ബൈക്കൊക്കെ ഈ വഴിയാണ് കേട്ടോ പോകണം. ഇപ്പോൾ ഒരു കാറും പോയായിരുന്നു ഈ വഴി തന്നെ. ഇപ്പോൾ വേറെ അടുത്തൊരു ബൈക്കും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു കാറ് നിർത്തിയിട്ടുണ്ട്. എല്ലാവരും പെട്ടിരിക്കണേന്ന് തോന്നുന്നു. ട്രാപ്പാണ് ഈ റൂട്ട്. പാളി പോകാനും ചാൻസ് കൂടുതലാണ്. ബൈക്കൊക്കെ എടുത്തിട്ട് പോകണം, കണ്ടില്ലേ? ഒരു കണക്കിനാണ് പോണത്. ഈ വഴി കൂടെ ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ പോകണുണ്ട്. ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ ഞാൻ എൻ്റെ സൈക്കിൾ അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഇടയിൽ കൂടെ എടുക്കാൻ നമുക്ക് പറ്റില്ല, കാരണം സൈക്കിൾ ഫുള്ള് ചെളിയായനെ. ഇപ്പോൾ സൈക്കിൾ അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്ന് കണ്ടില്ലേ ഇഷ്ടമാതിരി വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നമുക്കിവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ പാളി പോകുന്നൊക്കെ വിചാരിച്ചു. ഞാൻ ചവിട്ടിയല്ല കൊണ്ടുവന്നാൽ, തള്ളിയാണ് കൊണ്ടുവന്നാൽ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് നേരെ ഹൈവേ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാം. കാരണം ഈ ഒരു ഹൈവേ ബ്ലോക്ക് ചെയ്തേക്കൊണ്ട് വലിയൊരു പണിയാണ് കിട്ടിയേക്കണം. നമുക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ ജമ്മു ആ റൂട്ട് എത്തും, ഹൈവേ എത്തും. പക്ഷേ ഇവിടെയൊക്കെ ഫുള്ള് ഇതാണ്. അപ്പോൾ ഇവിടെ രണ്ടുപേരെ കണ്ട. യെസ്, ഇസ് മൈ ചാനൽ, സബ്സ്ക്രൈബ് കരോ. हाय ब्रो, व्हाट्स योर नेम? तनवीर. आपका नाम? किरण. आप किधर का हो? हरियाणा का. अच्छा, आप किधर जाएगा? हम तो मतलब ऐसे ही जस्ट वी आर गोइंग फॉर अ राइड, वी आर गोइंग बैक होम, रोड नॉट गुड. अच्छा, ये पूरा ये रोड बहुत खराब है. ഇവിടുന്ന് കുറച്ച് പോയാൽ മതി നമുക്ക് എത്തും കേട്ടോ. അപ്പോൾ റോഡ് കുറച്ച് പണിയാണ്, തള്ളിക്കൊണ്ടുപോകാനേ പറ്റുള്ളൂ ചില സ്ഥലങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ ബ്രോ, സി യു, നൈസ് ടു മീറ്റ് യു. ഓക്കെ, താങ്ക് യു. റൂട്ട് മൊത്തവും പണിയാണ്ട്. ഇഷ്ടംമാതിരി വണ്ടികൾ വന്നിട്ട് ഇങ്ങനെ ബ്ലോക്കായിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകണേ കേട്ടോ. അവസ്ഥ നോക്കി. കാരണം ആ വഴി ഒറ്റ ഇത് ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവർക്കും പണി കിട്ടിയേക്കണം. നോക്കി എല്ലാവരും കിടന്ന് കഷ്ടപ്പെടുന്നതാണ്. വണ്ടി കുറേ പേര് തള്ളി അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ കുറേ പേര് അങ്ങനെ ഇങ്ങനെ കാട് വഴിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്താണല്ലേ അവസ്ഥ.
നമുക്കും പണി കിട്ടിയേക്കണം. മര്യാദക്ക് എനിക്ക് തോന്നുന്നില്ല ചണ്ഡീഗഡ് വഴി പോയാൽ മതിയായിരുന്നു, ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ല. 2 പേര് പറഞ്ഞാൽ നമ്മളോട്, 2 ആൾക്കാർ പറഞ്ഞ് ആ വഴി എന്തോ ബ്ലോക്കാണ്, ആ വഴി വിടൂലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ കയറിയത്, പഞ്ചാബ് വഴി കയറിയത്. അപ്പം നോക്കിയേ, ഇതാണ് അവസ്ഥ. ശരിക്കും ചണ്ഡീഗഡിലല്ല, ആ വഴിയല്ല, റൂട്ടല്ല ബ്ലോക്ക്, ഈ ഒരു പഞ്ചാബ് റൂട്ടാണ് ശരിക്കും ബ്ലോക്കായത്. നല്ല അവസ്ഥയാണ് കിട്ടിയേക്കണ, പണി പാളി. എനിക്ക് നമ്മളെ സൈക്കിളിൻ്റെ ടയർ ഫുള്ള് ഇതായിട്ടാ ചെളി പിടിച്ചാകെ നശിഞ്ഞ്, റോഡൊക്കെ ഫുള്ള് നോക്കി. ഇനി ഇവിടെ നിന്നുണ്ട് അങ്ങോട്ട് കുറേ പോകാൻ. ഇതൊരു അവസ്ഥയെന്ന് നോക്കി. പിന്നെ അതേപോലെ തന്നെ ഷൂ ഒക്കെ പണിയായി, ഷൂ പാൻറ്. ഇനി അങ്ങാടെ കുറച്ചുണ്ട് കേട്ടോ പോകാൻ, കുറച്ചല്ല കുറച്ചധികം ഉണ്ട്, 2 കിലോമീറ്റർ എന്തോ ഉണ്ടെന്ന് തോന്നട്ടോ, അറിയില്ല. കുറേ ആൾക്കാരൊക്കെ തെന്നി മറിഞ്ഞൊക്കെ വീഴണ്ടായിരുന്നു, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഈ വഴിയാണ് നമ്മൾ വന്നാൽ. ഈ റൂട്ട് പോണത് അംബാലയിലേക്കും ഈ റൂട്ട് പോണത് ജമ്മു ലുധിയാന പഞ്ചാബ് റൂട്ടിലേക്കാണ് പോകണം. എൻ്റെ പൊന്നോ, ഒരു വല്ലാത്ത ഒരു ഇടങ്ങേറാണ്. പണിയായിപ്പോയി ഫുള്ള്. ഞാൻ ഏകദേശം ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്, പക്ഷെ എന്നാലും പിന്നെയും വന്ന് രണ്ടാമത് ചെളി കയറേണ്ടി വന്നു. അപ്പോൾ കുറച്ചങ്ങ് മാറിയിട്ട് റെഡിയാക്കാമെന്ന് വെച്ച്. ഇവിടെ നിന്ന് ഇനി അങ്ങാടേക്ക് കുഴപ്പമില്ലെന്ന് അവർ പറഞ്ഞു കേട്ടോ. അടുത്ത് ഒരു വണ്ടി വരുന്നുണ്ട്. ഇപ്പം എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. പിന്നെയും അടുത്തൊരു സ്ഥലം കിട്ടിയേട്ടാ. പക്ഷെ ഇവിടെ നിന്ന് നല്ല കാഴ്ചയുണ്ടോ, നല്ല ആ സാധനം ഉണ്ട് ഇവിടെ, ഹരിതാപകരമായ ഒരു സ്ഥലമാണിത്. ഫുള്ള് മറ്റേ നെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടോ. നെല്ലാണ് ഗോതമ്പാണെന്നറിയില്ല. ഫുള്ള് നല്ല കിടിലം പ്രദേശം ഉണ്ടോ. പക്ഷെ നമ്മുടെ സ്ഥലം നോക്കി, നമുക്ക് വണ്ടി പോകണേന് തള്ളി കൊണ്ടുപോകേണ്ടി വരും. ഇനി വന്നേക്കണത് ഹരിയാന പഞ്ചാബ് ബോർഡറിൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കിടിലം കാഴ്ചയാണ് കാണുന്നത്. കാരണം ഇവിടെ റോഡ് കുറച്ച് മോശമാണെങ്കിലും ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഫുള്ള് നെൽപ്പാടം ഉണ്ടോ, ഫുള്ള് നെല്ലാണ് ഗോതമ്പാണ്, അത് കറക്റ്റ് അറിയില്ല കേട്ടോ. നല്ല കിടിലം കാഴ്ചയാണ്. നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാനിവിടെ കുറേ നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല കാറ്റുണ്ട്. പിന്നെ ഇവിടെ ഒരു നല്ലൊരു തണൽമരം ഉണ്ട് കേട്ടോ, ആൽമരം ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ കുറച്ച് ആൾത്തറയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരുന്ന്, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വേറൊരു കിട്ടില്ല കാഴ്ച. അത് തന്നെ നെൽപ്പാടം തന്നെയാണ്. ഇവിടെ 2 വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ, ആരെയും കണ്ടില്ല. അപ്പോൾ അടിപൊളിയാണ്. ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. കിണറിൽ വെള്ളമുണ്ട് കേട്ടോ. പക്ഷെ ഇത് ചീത്ത വെള്ളമാണ്, മോശമായിട്ടിരിക്കണേ കിണർ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്. ഇവിടെ നിന്നാണ് മോട്ടർ അടിച്ച് എനിക്ക് തോന്നുന്നു വെള്ളം, കൃഷിക്കൊക്കെ വെള്ളം പോണേന്ന് തോന്നുന്നു. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് കാഴ്ച. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോണേണ്. അപ്പോൾ ഇവിടെ ആരും താമസിക്കേണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് ലോക്ക്ഡൗൺ, ഇവിടെ ആൾ പോയേക്കണേന്ന് തോന്നുന്നു. കാരണം ആ റൂട്ടാണ് നമ്മൾ വന്നത്. ആ കാരണം അവിടെ ഭയങ്കര പണിയാണ്. കാരണം ഫുള്ള് നശിഞ്ഞിരിക്കണേ. ഈ നമ്മുടെ ഞാൻ പറഞ്ഞില്ല, കർഷകരുടെ മറ്റേ ആ ഒരു പ്രശ്നം വന്നല്ലോ, വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു. ഹായ് അതെ. അപ്പോൾ അത് കാരണം ഇപ്പുറത്തെ റോഡ് ഷോർട്ട് കട്ട് റോഡാണ് വരാൻ പറ്റുള്ളൂ. പക്ഷെ ആ റോഡ് ഫുള്ള് നശിഞ്ഞ് നാറി കിടക്കണേണ്. അപ്പോൾ എല്ലാ വണ്ടികളും നോക്കിയാൽ ഒരു കണക്കിനാണ് വന്നത്. ഇവിടുന്ന് പിന്നെ അങ്ങാട് കുറച്ച് സീനില്ലാട്ടോ, ഇത്തിരി വരെ ഉള്ളൂ, ആ അറ്റം വരെ ഉള്ളൂ പ്രശ്നം. പിന്നെ അങ്ങാടേ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടാ, ഇറങ്ങിയത് ഇപ്പം ഇങ്ങനെ അങ്ങാടേക്ക് ഫ്രണ്ടിലേക്ക് പോകണേണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചവിട്ടി തുടങ്ങി. കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒരു സൈഡിലാണ് ഇങ്ങനെ പ്രശ്നമുള്ളൂ. ഇനി അങ്ങാടേക്ക് കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതൊരു ചെറിയൊരു ഗ്രാമം കേട്ടോ. ഇവിടെ എല്ലാവരും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ജീവിച്ചു പോണത്. അപ്പോൾ ഫുള്ള് കൃഷിയാണ് ഇവിടെ, നെൽകൃഷിയാണ് മെയിനായിട്ട് ഞാൻ കണ്ടത്. അല്ലാതെ എന്തോ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണ്, എന്ത് കൃഷിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം അത് അറ്റത്താണ് കിടക്കുന്നത്, ആ ഒരു ഇതിൻ്റെ നടുക്ക്. അപ്പോൾ ചോദിക്കാൻ അങ്ങനെ ആരെയും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം ആരെങ്കിലും കാണണമെങ്കിൽ. ഉണ്ടല്ലേ ഒരു ഗ്രാമം നോക്കി. അവിടെ ഒരു ഗുരുദ്വാരം എന്തോ ഉണ്ടെന്ന് തോന്നട്ടോ. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം. ഇല്ലേ, പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് ചാണകം കൂട്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് അവർ ഭാര്യ എന്തോ ചെയ്യുന്നുണ്ട്, കത്തിക്കാനോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ വന്നൊഴിക്ക് ഒരാളെ കണ്ടട്ടാ. അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചു വല്ല തണുത്തോളം വല്ലതും കിട്ടാമെന്ന് വെച്ച്. അപ്പോൾ ഹായ് ഹായ് भैया, आपका नाम क्या है? आपका गाँव है ना? ये गाँव का नाम क्या है? संजरपुर. अच्छा, आप क्या इधर किसान है? हाँ. अच्छा भैया, इधर गोदम और ये चावल है. हाँ जी. वो दूसरा क्या है? ये ചെറി. अच्छा, ചെറി എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല. അങ്ങനെ നമുക്ക് നോക്കിയിട്ട്. അച്ഛാ, അപ്പോൾ പുള്ളി ഒരു തണുത്തോളം കിട്ടുമെന്ന് വെച്ചാൽ കുറച്ച് തണുത്തോളം കൊണ്ടുവന്നാ കേട്ടാ. താങ്ക് യു.
അപ്പോൾ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാ. കുറച്ച് സ്ഥലത്താണ് തണൽ കിട്ടിയത്. അങ്ങനെ ആ റെസ്റ്റൊക്കെ എടുത്ത് ഫുള്ള് ആകെ ടയേർഡായി. കാരണം ആ റൂട്ട് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഓഫ് റോഡ്. അതൊക്കെ നമ്മുടെ ഈ സൈക്കിൾ എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു കണക്കിന് നമ്മൾ കൊണ്ടുവന്ന് അപ്പോൾ കുറച്ച് തണുത്തുള്ളം കിട്ടിയോണ്ട് ഭയങ്കര ആശ്വാസം. അപ്പോൾ ഇവിടെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് പയ്യ ഇറങ്ങാലാന്ന് വെച്ച്. ഇവിടെ നിന്ന് അങ്ങനെ നല്ലൊരു റോഡ് വന്നിട്ടാ. ഇവിടുന്ന് കുഴപ്പമില്ല. ഇനി ഇവിടെ നേരെ ചെല്ലണത് ഹൈവേയിലേക്കാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കൃഷികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈവേ കയറി കേട്ടോ. അപ്പോൾ ഈ ഒരു റൂട്ടാണ്, സ്ട്രെയിറ്റ് പോയാൽ മതി. ഭയങ്കര വെയിലാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി വണ്ടി നിർത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ആ ബ്ലോക്കിങ്ങിൻ്റെ കേസ്. അപ്പോൾ ഇവിടെ അതാണ് കേട്ടോ ബ്ലോക്ക് ചെയ്തിട്ടേക്കണേണ്. അപ്പോൾ നല്ല വെയിലാണ്. ഹായ് ഒരു പുള്ളി കൈ കാണിച്ച റിലയൻസിൻ്റെ അതായത് ജിയോയുടെ പെട്രോൾ പമ്പിൽ വന്നിട്ട്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ചിട്ടാ. പിന്നെ ബാത്റൂമിൽ കയറി സെറ്റായി. പിന്നെ ഒന്ന് മുഖമൊക്കെ കഴുകി ഫുള്ള് ഒന്ന് ഇതായിട്ടാണ്. കാരണം തണുത്ത വെള്ളത്തിലാണ് മുഖം കഴുകുക. അപ്പോൾ ഒന്ന് ആ ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയാണ്, കുറച്ച് എന്താണ് എനർജി കിട്ടാനൊക്കെ വേണ്ടിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാലൊക്കെ ഒന്ന് ഞാൻ ഫുള്ള് ഷൂ മൊത്തത്തിൽ നനച്ച്. ഇവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, ആ ഓസ് വലിച്ചിട്ട് നനച്ച്. കാരണം ഫുള്ള് അഴുക്ക് കാര്യങ്ങളൊക്കെയായിരുന്നു ഷൂ. പിന്നെ എന്തായാലും പോണേക്ക് എവിടെയെങ്കിലും ഉണക്കാൻ വെക്കണം ഷൂ. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ പിന്നെ വെള്ളമൊക്കെ നിറച്ചിട്ടാ. 3 കുപ്പി വെള്ളം നിറച്ച്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സൈക്കിളൊന്ന് കഴുകിയിട്ടാ. ടയറൊക്കെ ഫുള്ള് അഴുക്കായിരുന്നു. അപ്പോൾ ടയറൊക്കെ അത്യാവശ്യം ഒന്ന് കഴുകി. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. എന്നിട്ടേ വേറെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ആക്കാം. ഇവിടെ തണലെന്ന് പറയാണ്ട് അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. പിന്നെ പോണേക്ക് എന്തോ ഗുരുദ്വാരം ഉണ്ട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആകുമ്പോൾ ഉച്ചക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അവിടെ നിന്ന് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചങ്ങ് മാറി നോക്കാം എന്തെങ്കിലും ഫുഡ് കഴിക്കാനുള്ള വല്ല സെറ്റപ്പ് ഉണ്ടാവുമെന്ന്. അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങണേണ്. അത് പഞ്ചാബിലാണ്. പഞ്ചാബ് ബോർഡർ കഴിഞ്ഞ് കുറച്ചങ്ങാ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലത്ത് വിശ്രമിച്ച്. അപ്പോൾ ഇവിടെ ഒരു ധാബ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരും ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നമുക്ക് കിടക്കാനൊക്കെ ഒരു സ്പേസ് ഒക്കെ തന്നിട്ട് ഞാൻ കുറേ നേരം റെസ്റ്റ് എടുത്ത്. നല്ല വെയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കാലാവസ്ഥ ചേഞ്ചായി. ഒരു മഴക്കാർ പോലെ വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും പയ്യെ ഇറങ്ങണേണ്. അപ്പോൾ ഇവരെ പരിചയപ്പെടുത്തണം. ഹായ് ഭയ്യ, आपका नाम? हाय, मेरा नाम वरिंदर सिंह गोल्डी। गोल्डी, अच्छा। आपको इधर स्टाफ है आपका? ये मेरा ढाबा है राजपुरा और अम्बाड़ा रोड के बीच में। चमारू गांव पड़ता है, उसके पास में है। अच्छा, ठीक है। बाकी बढ़िया है, फर्स्ट क्लास खाना पीना है। नया खोला है अभी, सब कुछ बढ़िया फर्स्ट क्लास मिलेगा। आपको बढ़िया खाना मिलेगा। ഓക്കെ. ആളുടെ ധാബയുണ്ട് ഇത്. നമ്മൾ वैष्णो ढाबा। അച്ഛാ, സത്കാർ എന്താണ് വൈഷ്ണോ ധാബ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ പോണ ഹൈവേ നമ്മൾ ഒരു സർവീസ് റോഡ് കയറിയിട്ട് നേരെ വന്നത് പുള്ളിയുടെ ധാബയാണ്. കാരണം പിന്നെ അവിടെ കിടക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റെസ്റ്റ് എടുക്കണേലും റെസ്റ്റ് എടുക്കാൻ, കുളിക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ ടീക്കേ, താങ്ക് യു. ഓക്കെ, സീ യു. ഓക്കെ. സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സൈക്കിളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഏകദേശം കാലാവസ്ഥ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഓക്കെ, സി യു, ബൈ. അവിടെ കുറേ നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം റെസ്റ്റ് എടുത്ത് പിന്നെ ഫോൺ ചാർജ് കുത്തിയിട്ട് പിന്നെ കറണ്ട് പോയിട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ. പിന്നെ ഞാൻ അത് കാരണം ഇറങ്ങി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കാലാവസ്ഥ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല വെയിലൊക്കെ മാറി ചെറിയൊരു മഴ പൊടിയുണ്ട് കേട്ടോ ഇപ്പോൾ. കാരണം പുള്ളി എനിക്ക് വന്നപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു ഭക്ഷണം കഴിച്ചാണ്. ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, ഫുഡ് വേണ്ട, എന്നോട് കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും മതി. എനിക്ക് ഭയങ്കര ദാഹമായിരുന്നു ആ ടൈമിൽ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു, ആൾ പോയി. അപ്പോൾ അല്ലെങ്കിൽ ആളെയും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താറ്. വന്നപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. കാരണം എനിക്കൊരു ചെറിയൊരു തളർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങണ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോഴേ നമ്മൾ ഹൈവേ കയറി കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഇതിനു മുമ്പ് വന്ന റൂട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഈ റൂട്ടിൽ കൂടെയാണ് നമ്മൾ സൈക്കിൾ ഓട്ടി പോയത്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാൻ നേരെ ജമ്മുവിലേക്ക് പോകാമെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ പത്താൻകോട്ട് വരെ, അല്ലെങ്കിൽ പത്താൻകോട്ട് കഴിഞ്ഞ് ജമ്മു വരെ പോയിട്ട് അവിടെ നിന്ന് വല്ല വണ്ടിക്കും നേരെ ശ്രീനഗറിലേക്ക് കയറ്റിവിടാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. കാരണം എന്തായാലും നമ്മൾ ആ റൂട്ട് അത്രയും ചവിട്ടി കയറിയതാണ്. ഇനി രണ്ടാമത് ചവിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഉള്ളത്. ലുധിയാന പോണ വഴിക്കാണ്ട്. കാരണം നമുക്ക് ലുധിയാനയിലൊന്ന് കയറാനുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന വഴി തന്നെയാണ് ഇപ്പോൾ പോണത്. ലുധിയാന, ജലന്ധർ, അമൃത്സർ ആ റൂട്ടാണ് പോണത്. അപ്പോൾ അത് കാരണം നമ്മൾ ഇവിടെ അധികം എക്സ്പ്ലോർ ചെയ്യാനുള്ള. കാരണം ഗോൾഡൻ ടെമ്പിൾ ആണെങ്കിലും
അതേപോലെ തന്നെ വാഗാ ബോർഡർ, അങ്ങനെ എല്ലായിടത്തും നമുക്ക് കയറിയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് നമ്മുടെ സൈക്കിൾ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഈ സൈക്കിളിൽ കുറച്ച് മെയിൻ്റെനൻസ് പണിയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ ഒന്ന് ലുധിയാന എത്തണം. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് സ്റ്റേ ഇവിടെ ഒരു പെട്രോൾ പമ്പിലാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് സൈക്കിളിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടെ അവർ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല. പിന്നെ നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇന്നലെ നമ്മൾ പെട്ടുപോയതാണ്. ഇന്നലെ പെട്ടുപോയെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്നലെ ആ പമ്പിൽ ടെൻ്റ് അടിച്ച് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ നല്ല മഴയും നല്ല കാറ്റ് പറഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ അകത്ത് കയറി. പിന്നെ അതുപോലെ കിടക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ മര്യാദക്ക് അത് ഹോൾട്ട് ചെയ്തായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. എനിക്ക് മര്യാദ കിടന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റി. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് സംഭവം എന്ന് എനിക്കറിയില്ല. അകത്ത് ടെൻ്റ് അടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പുറത്തടിക്കാൻ പറ്റുമോ എന്നറിയില്ല. എങ്ങനെയും കുഴപ്പമില്ല, കാരണം ഇവിടെ ഒരു സൗകര്യം കിട്ടിയില്ല. അത് തന്നെ ധാരാളം. പമ്പിൽ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് രണ്ടുപേരെ കണ്ടിട്ടാണ്. അപ്പോൾ അവർ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ചോദിച്ചാൽ ഹായ് ബൈ कैसे हो आपका नाम क्या है बंटी शर्मा बल्टी शर्मा आपका शाह कैसे हो बढ़िया सर बढ़िया आप किधर का हो हम राजपुरा पंजाब से अच्छा ओ हमें बहुत खुशी हुई आपसे मिलके ओह थैंक यू भाई आप पूरा ऑल इंडिया सफ़र तय किया आपने हमें बहुत खुशी हुई ओके हम नहीं थैंक कर यू सकते, थैंक यू मगर आपसे मिलके बहुत खुशी हुई वाकई हमें भी कुछ सीखने को मिल रहा है आगे ഓക്കെ ठीक है भैया ठीक है ओके എന്തായാലും ഇവിടെ നിന്ന് നേരെ ഒന്നല്ലെങ്കിൽ ജമ്മു അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് വണ്ടിക്ക് ഏതെങ്കിലും വല്ല ട്രക്കിന് വല്ലതും കയറ്റി വിടാനല്ലാന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഫുള്ളും നമ്മളെല്ലാം കവർ ചെയ്ത റൂട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വണ്ടിക്ക് കയറ്റി വിടാമെന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ശ്രീനഗർ എന്നിട്ട് ശ്രീനഗറിൽ നിന്ന് ചവിട്ടി പോകാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാം നാളത്തെ ഒരു ദിവസം എന്താണെന്ന് ഒരു പ്ലാൻ നോക്കണം. കാരണം സൈക്കിളൊന്ന് കുറച്ചും കൂടെ ശരിയാക്കാനുണ്ട്. സൈക്കിളിന് സൗണ്ട് അത്യാവശ്യമുണ്ട്. ഒരു ചവിട്ടുമ്പോൾ ആ പെറ്റിൽ അവിടെ എന്തൊരു സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടയറ് കുഴപ്പമില്ല ഇതുവരെ. പിന്നെ എനിക്ക് തോന്നുന്നു ട്യൂബ് എന്തോ മാറാനുണ്ട്. ട്യൂബ് ഞാനിപ്പോൾ ഒരു 3-4 പഞ്ചർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ കുറച്ച് പേരെയൊക്കെ പരിചയപ്പെടുത്തരാം കേട്ടോ.